ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. പുറത്തു പോയി വരുന്ന ജയരാമനെയും നന്ദിനിയുമാണ് കാണിക്കുന്നത്. ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം ജയരാമൻ നന്ദിനിയോട് മാപ്പ് പറയുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, അച്ഛൻ അത്ര വലിയ തെറ്റ് ചെയ്തതുകൊണ്ടാ അമ്മ അച്ഛനെ ഇത്രമാത്രം വെറുക്കുന്നതും ശത്രുവായി കാണുന്നതും. ഇത് കേൾക്കുന്ന നന്ദിനി മീനാക്ഷിയോട് ദേഷ്യപ്പെടുകയാണ്. ജയേട്ടനെ ഞാൻ വെറുക്കുന്നെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു? ചങ്കി കുത്തുന്ന വർത്തമാനമൊന്നും പറയരുതെന്ന് നന്ദിനി പറയുമ്പോൾ, അയ്യോ എൻ്റെ ദൈവങ്ങളെ, ഞാനിതെന്താ കേട്ടത്? അപ്പോൾ ഇപ്പോഴും അമ്മയ്ക്ക് അച്ഛനോട് മുടിഞ്ഞ പ്രേമമാണോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. ദേ മീനാക്ഷി, നീ നല്ല തല്ല് മേടിക്കുമെന്ന് നന്ദിനി പറയുമ്പോൾ, ഈ സന്തോഷ വാർത്ത ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് ഓടി ചെല്ലുകയാണ്. തുടർന്ന് നന്ദിനി കല്യാണത്തിന് സമ്മതിച്ചെന്ന് മീനാക്ഷി രാജലക്ഷ്മിയോടും കൈമളിനോടും പറയുമ്പോൾ അവർക്ക് സന്തോഷമാകുന്നു. നമ്മളെന്നും അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമായിരുന്നു ഇത്. എന്താണെങ്കിലും ഇതിനൊരു പരിഹാരം കിട്ടിയല്ലോ, സമാധാനമായെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. തുടർന്ന് മീനാക്ഷിയെ വിട്ട് നന്ദിനിയും ജയരാമനെയും ഹാളിലേക്ക് വിളിപ്പിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. അമ്മ എന്താ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ജയരാമൻ അങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ അറിഞ്ഞത് സത്യമാണോ? നന്ദിനിയുടെ മറുപടിയാണ് അമ്മയ്ക്ക് കേൾക്കേണ്ടതെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. തുടർന്ന് നന്ദിനി പറയുകയാണ്, ഓർഫനേജിൽ താമസിച്ച എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും അമ്മ തന്നെയാണ്. ഒടുവിൽ ആകെ തകർന്നു നിന്ന സമയത്ത് ചേർത്ത് പിടിച്ച് മകളെപ്പോലെ കൂടെ നിർത്തി വളർത്തിയതും അമ്മ തന്നെയാണ്. ആ അമ്മ എന്ത് പറയുന്നോ അതനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നന്ദിനി പറയുമ്പോൾ, പഴയ കാര്യങ്ങളെല്ലാം മറന്ന് നീ എൻ്റെ മകൻ ജയരാമനെ വിവാഹം കഴിക്കുമോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു. അമ്മ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സമ്മതമാണെന്ന് നന്ദിനി പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് മീനാക്ഷി ജയറാമനോട് പറയുകയാണ്, ആ ഇനി പൈസ എടുത്തേ. പൈസയോ എന്തിനെന്ന് ജയറാമൻ ചോദിക്കുമ്പോൾ, ബ്രോക്കർ ഫീസാണെന്നും തന്നില്ലെങ്കിൽ ഞാൻ കുത്തിനു പിടിച്ച് വാങ്ങിക്കുമെന്നും മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് ജോത്സ്യരെ വിളിപ്പിച്ചിരിക്കുന്നതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ കല്യാണം നടത്തണമെന്നല്ലേ രാജലക്ഷ്മി അമ്മ പറഞ്ഞത്? എന്നാൽ നാളെ തന്നെ ആയാലോ? നാളെ നല്ലൊരു ശുഭമുഹൂർത്തം തന്നെയുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലികെട്ട്, അല്ലാതെ കൂടുതൽ ആർഭാടമൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. നാളെയാണ് ഏറ്റവും നല്ല ശുഭമുഹൂർത്തം. അത് കഴിഞ്ഞാൽ പിന്നെ കുറെ അങ്ങ് നീണ്ടുപോകും. അങ്ങനെ നന്ദിനിയുടെയും ജയറാമന്റെയും അഭിപ്രായം ചോദിച്ചുകൊണ്ട് നാളത്തേക്കുള്ള മുഹൂർത്തം കുറിപ്പിക്കുകയാണ്. പിന്നെ അമ്മേ, എനിക്കൊരു അഭിപ്രായമുണ്ട്. നമ്മൾ കുടുംബക്കാർ മാത്രം മതി, അല്ലാതെ പുറത്തുനിന്ന് ആരും ഈ വിവാഹത്തിന് വേണ്ടെന്ന് ജയറാമൻ പറയുന്നു. നാളെ രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തമാണെന്ന് പറഞ്ഞ് മുഹൂർത്തം കുറിച്ചു കൊടുത്ത് ജോത്സ്യർ അവിടുന്ന് പോകുമ്പോൾ ഇത് കേൾക്കുന്ന മാലതി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അവർ സുഖമായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കണ്ട. ഈ വിവരം ഇപ്പൊ തന്നെ ഇന്ദ്രജയെ അറിയിക്കണം. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിക്കും കൂടി മാധവമംഗലത്തേക്ക് ചെല്ലുന്നതാണ്. മീനാക്ഷിയെ കാണുമ്പോൾ ഇന്ദ്രജയ്ക്ക് സന്തോഷമാകുന്നു. വാ മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുകയാണ് ഇന്ദ്രജ. ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നാളെ രാവിലെ 10-നും 10:30-ക്കുമുള്ള മുഹൂർത്തത്തിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണമാണ്. ആ പരിസരത്തേക്കും തുടർന്നുള്ള വിരുന്ന് സൽക്കാരത്തിനും നിങ്ങൾ വരരുതെന്ന് പറയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഇത് കേൾക്കുന്ന ഇന്ദ്രജ ദേഷ്യത്തോടെ പറയുകയാണ്, നീ ആരുടെ വിവാഹമാണ് നടത്താൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? നിന്റെ അമ്മയുടെ കൊലയാളികളാണ് അവർ രണ്ടുപേരും. നിന്റെ അമ്മയെ അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം മുകളിൽ നിന്നും തള്ളിയിട്ടതാണെന്നുമൊക്കെ ഇന്ദ്രജ പറയുമ്പോൾ, എൻ്റെ അമ്മ ടെറസിൽ നിന്നും താനെ താഴേക്ക് വീണതാണെന്നും അതിനുള്ള ദൃക്സാക്ഷിയാണ് ഞാനെന്നും മീനാക്ഷി പറയുന്നു. എൻ്റെ മോളെ, നിനക്ക് വേണ്ടിയിട്ട് മാത്രമാ ഞാൻ ഗൾഫിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. നീ എൻ്റെ മോളാണ്, എൻ്റെ മാധുരിയുടെ മോള്. നീ എൻ്റെ കൂടെ വേണം ജീവിക്കാനെന്നൊക്കെ ഇന്ദ്രജ പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് മീനാക്ഷിയും കാർത്തിക്കും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.